നമസ്കാരം. അറിവ് പ്രോ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്, നമ്മൾ അതിനു മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ബേസ് ഉള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പഠിച്ചു. ഇനി നമ്മൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. അത് പൊതുവേ ചോദിക്കുന്നത് 2 വർഷത്തിന്റെ കേസിലാണ്. ആ 2 വർഷത്തിന്റെ കേസിൽ ഉള്ള CI മൈനസ് SI അല്ലെങ്കിൽ CI ആൻഡ് SI ബേസ്ഡ് കമ്പൈൻഡ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാവുന്നതാണ് ഞാൻ ഒരു ട്രിക്കിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിലെല്ലാം റേറ്റ് പെർസെൻറ്റേജ് എപ്പോഴും തന്നിട്ടുണ്ടായിരിക്കും, R വാല്യൂ തന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടി R വാല്യൂ എന്ന് പറയുന്നത് 20% ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, 20% ആയിട്ട് അസ്യൂം ചെയ്യാം. ഈ R വാല്യൂ മാത്രം മതി നമുക്ക് ഈ ഒരു എൻറ്റയർ ക്വസ്റ്റ്യൻ ചെയ്യാനും. അതാണ് ഏറ്റവും ഫണ്ണി പാർട്ട്. ഫോർ എക്സാമ്പിൾ, ഈ R വാല്യൂ 20% ആണെങ്കിൽ അതിനെ എനിക്ക് 20/100 എന്ന് എഴുതിക്കൂടെ? അതിനെ എനിക്ക് 20/100 എന്ന് പറയുന്നത് എത്ര? 1/5 എന്ന് എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ let us assume P is equal to, so P is equal to, ഈ ഡിനോമിനേറ്റർ ഉണ്ടല്ലോ 1/5, ആ 5ന്റെ സ്ക്വയർ ആണ് നമ്മൾ P എന്ന് അസ്യൂം ചെയ്യും, which is equal to how much? 25. P is equal to how much? 25. Yes, P 25 ആണെങ്കിൽ ഞാൻ അതിനെ എടുത്ത് ഇങ്ങനെ എഴുതുക. ഓക്കെ, ഫസ്റ്റ് ഇയറിൽ വരുമ്പോൾ ഫസ്റ്റ് ഇയറിൽ ഉള്ള ഇൻട്രസ്റ്റ് എത്രയാണ്? ഇൻറ്റു 1/5, വിച്ച് വിൽ ഗീവ് യു ഹൗ മച്ച്? 5 rupees. സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ ഇൻറ്റു 1/5, ദാറ്റ് ഈസ് ഹൗ മച്ച്? 5 rupees. പിന്നെ സെക്കൻഡ് ഇയറിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആക്റ്റീവ് ആവും, ഫസ്റ്റ് ഇയറിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ 5 എന്ന് മാത്രം എഴുതിയത്. അതേസമയം സെക്കൻഡ് ഇയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ഇൻട്രസ്റ്റിന് മുകളിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. സോ ഈ 5 രൂപ ഉണ്ടല്ലോ, ഈ കാണുന്ന 5 രൂപ, ഇവന് മുകളിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കും? 5 into 1/5, that is how much? Into 1/5, that is how much? Which is 1. അപ്പോൾ നമ്മുടെ പടം വരവയ്ക്കൽ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ട്രിക്കും. സോ 25 ഉണ്ട്, അതായത് നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ 25 ആണ് നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ. ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന 5 ആണ്. സെക്കൻഡ് ഇയറിലെ ടോട്ടൽ ഇൻട്രസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ 5 + 1 6 ആണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിങ്ങൾക്കൊരു ലക്ഷ്മണ രേഖ വരയ്ക്കാൻ പോവുകയാണ്. ഒരു വര, ഈ ഒരു വര ഉണ്ടല്ലോ, നമ്മുടെ ക്വസ്റ്റ്യന് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എൻറ്റയർ സെറ്റ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യൂ. 5 + 5, ദാറ്റ് ഈസ് 10. ഈ ഒരു എൻറ്റയർ സെറ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടോട്ടൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 5 + 5 + 1 കൺസിഡർ ചെയ്യണം. 5 + 5 + 1. സോ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ടോട്ടൽ ഇൻട്രസ്റ്റ് is how much? 5 + 5 + 1, which is equal to how much? Which is equal to 11. Okay, which is equal to how much? Which is equal to 11. Then simple interest, total simple interest എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര എഴുതും? Which is 5 + 5, that is 10. ഇനി the main factor, the difference between compound interest and simple interest. So 11, the total interest minus simple interest, which is equal to 1. So 1 ആണ് നമ്മുടെ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റിന് ചോദിച്ചിട്ട് തന്നിരിക്കുന്ന വാല്യൂ ഇതായിരിക്കും. ഫോർ എ ഗിവൺ വാല്യൂ ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഇസ് 25 അല്ലെങ്കിൽ ഒരു 2500. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടോട്ടൽ ഇൻട്രസ്റ്റ് ഒബ്റ്റെയിൻഡ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ. എങ്ങനെ കണ്ടുപിടിക്കും? ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ റേറ്റ് പെർസെൻറ്റേജ് 20% തന്നിട്ടുണ്ട്. ഇപ്പോൾ ആസ് പെർ ക്വസ്റ്റ്യൻ ഈ 1 എന്ന് പറയുന്നതാണല്ലോ 2500 അല്ലേ? ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ്, CI minus SI is how much as per the answer? 11 minus 10, that is 1. ഈ 1 എന്ന് പറയുന്നത് 2500 ആണ്. അങ്ങനാണെങ്കിൽ നമ്മുടെ ഈ ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 5 + 5 + 1, that is 11 into
2500. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച്. പക്ഷെ നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കുന്നത് കമ്പൈൻഡ് ക്വസ്റ്റ്യൻ ആണ്, അല്ലാതെ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റിന് വലുതായിട്ട് ഉപയോഗിക്കത്തില്ല. അതിന് നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ തന്നെയാണ്, അത് നമുക്ക് പോകെ പറഞ്ഞു തരാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് എ ന്യൂ ക്വസ്റ്റ്യൻ. യാ, ഓക്കെ, ലെറ്റ്സ് സീ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ എ സം ഫോർ 2 years, 2 years ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ മിക്കവാറും 2 years ആണ് വരുന്നത്. At 4% per annum is how much? 102. Compound interest ആണ് 102, 102. Then the simple interest on the same sum for the same period at the same rate will be what എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. എന്ത് ട്രിക്ക് ഉപയോഗിക്കും? ഞാൻ പറഞ്ഞു തന്ന ട്രിക്ക് തന്നെ ഉപയോഗിക്കുക. Let's see, that is, so 4% rate is equal to 4%, which can be written as 1/25. So P എന്ന് നമ്മൾ എന്താണ് അസ്യൂം ചെയ്യുക? P is equal to 25 square, which is 625. So 625 എന്ന് എഴുതുക. ഫസ്റ്റ് ഇയറിൽ ഇൻറ്റു 1/25 ആകുമ്പോൾ 25, സെക്കൻഡ് ഇയറിൽ ഇൻറ്റു 1/25 ആകുമ്പോൾ 25, സെക്കൻഡ് ഇയറിൽ ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ് എത്ര ആവും? ഇൻറ്റു 1/25 ആകുമ്പോൾ, യെസ്, ഹൗ മച്ച് ഇസ് ഇറ്റ്? ഇൻറ്റു 1/25 ആകുമ്പോൾ 1. ഓക്കെ, ഇപ്പൊ നമ്മുടെ ആൻസർ പ്രകാരം the total compound interest എത്രയാണ്? 25 plus 25 plus 1, which is how much? 51. The total compound interest is as per answer 51 ആണ്. As per question ആ വാല്യൂ എത്രയാണ്? 102. So 1 എത്രയാണ്? 102 divided by 51, which is equal to 2. 1ന്റെ വാല്യൂ 2 ആണ്. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കുന്നത് എന്തുവാ? The simple interest on the same sum. Simple interest എന്ന് പറയുന്നത് ആരൊക്കെയാണ്? 25 plus 25. SI is equal to 25 plus 25, which is 50 as per answer. As per question എത്ര ആയിരിക്കും? 50 into this value 2, which gives you 100. So option C is the right answer. പിടികിട്ടിയോ? ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു തരാം, അതും ഞാൻ ഇവിടെ നിന്ന് എഴുതി കാണിച്ചു. ഈ റേറ്റ് പെർസെൻറ്റേജ് ഉണ്ടല്ലോ, R is equal to 20% എന്ന് തന്നിരിക്കാന്ന് വിചാരിക്കാം. So it will be 1/5. നമ്മൾ അപ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് എപ്പോഴും താഴെ തട്ടിൽ എപ്പോഴും അത് എത്രയായി വരും? അത് 1 എന്ന് തന്നെ ആയിരിക്കും വരിക. അതായത് ന്യൂമറേറ്ററിന്റെ സ്ക്വയർ ആയിരിക്കും 1 square, which is 1. ആ ഡിഫറൻസ് ബിറ്റ്വീൻ CI ആൻഡ് SI ഫോർ 2 years 1 square ആയിരിക്കും. 2 yearsന്റെ കാര്യമാണ് പറയുന്നത്. ദെൻ അതേസമയം R ആണെങ്കിൽ ഒരു 30% തന്നെന്ന് വിചാരിക്കുക. That is 30 divided by 100, which is equal to 3/10. അങ്ങനാണെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ CI ആൻഡ് SI എത്ര വരും? That is 3 square, 9. ഇതൊരു ട്രിക്കാണ്, സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാം. നിങ്ങൾ കൂടുതൽ പഠിക്കുമ്പോൾ നിങ്ങൾക്കും കാര്യം മനസ്സിലാകും. ദെൻ ആറിന്റെ വാല്യൂ ഒരു 40% ആണെന്ന് വിചാരിക്കുക. സോ 40/100, which is equal to how much? 0 cut down, 4/10, that is 2/5. So CI minus SI in this case will be how much? 2 square, which is equal to 4. Yes, മനസ്സിലായോ? അങ്ങനാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ എല്ലാം സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ലെറ്റ്സ് സീ നെക്സ്റ്റ്. ഈ ചോദ്യം നോക്ക്. ഇഫ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് on a sum of money at 12% per annum, 12% per annum for 2 years is 3,600. Simple interest etra? 3,600. The compound interest on the same sum for 2 years at the same rate. എന്ത് ചെയ്യും? R is equal to 12%, which can be written as 3/25. 3/25 എന്നൊക്കെ എഴുതി dividing by 4 വെച്ച് ക്യാൻസൽ ആയപ്പോൾ 3 12/100 ആയിരുന്നു. 4 ക്യാൻസൽ ആയപ്പോഴത്തേക്ക് 3/25 എന്നായി. അപ്പോൾ നമ്മൾ എപ്പോഴും എല്ലാ കേസിലും ഇപ്പം ന്യൂമറേറ്റർ 1 ആണോ 2 ആണോ എന്ന് നമ്മൾ നോക്കത്തില്ല. നമ്മുടെ എല്ലാ കേസിലും പ്രിൻസിപ്പൽ അസ്യൂം ചെയ്യുമ്പോൾ P is denominator square, that is 25 square, which is equal to 625. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ എഴുതാൻ പറ്റും? സോ 625 ഫസ്റ്റ് ഇയറിൽ വരുമ്പോൾ ഇൻറ്റു 3/25. 625 into 3/25 is how much? That is 75. Second year il varumbol simple interest
75 എന്ന് തന്നെ വരും. എങ്ങനെ? ഇൻറ്റു 3/25. ദെൻ സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ് ഇൻറ്റു 3/25 വിച്ച് ഇസ് ഹൗ മച്ച്? ദാറ്റ് ഇസ് 9. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇവിടെ 3 സ്ക്വയർ അല്ലെങ്കിൽ ന്യൂമറേറ്ററിന്റെ സ്ക്വയർ ആണല്ലോ ഈ ഒരു ടേം ആയിട്ട് വരുന്നത്, ഏറ്റവും താഴെത്തട്ടിൽ വരുന്നത്. ദാറ്റ് ഇസ് 9. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്? SI is 3600. As per question, SI എത്ര? 75 plus 75. That is 75 plus 75 is how much as per the question? 3600 ആണ് as per the question. അങ്ങനെ നോക്കുമ്പോൾ so 150 is 3600. So 1 is 3600 divided by 150. കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുക. നമ്മൾ എക്സാമിന് വരുമ്പോൾ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, അത് ആലോചിക്കുക. അവിടെ ചെന്നിട്ട് നമ്മൾ ഇത് പെട്ടെന്ന് പല സ്റ്റെപ്സുകൾ നമ്മൾ സ്കിപ്പ് ചെയ്യും. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് സ്പീഡ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് മനസ്സിലാവും എങ്ങനെയാണ് അത് സ്കിപ്പ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, 3600 ഡിവൈഡഡ് ബൈ ഹൗ മച്ച്? ഡിവൈഡഡ് ബൈ 150 വിച്ച് ഇസ് 150. 1 second. Divided by 150 is equal to how much? Which is equal to 24. So 1 ന്റെ വാല്യൂ എത്രയാണ്? 24 ആണ്. ഇനി അവർ ചോദിക്കുന്ന ആരെ കുറിച്ചാണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണ്? 159 according to the answer. 75 plus 75 plus 9 which is equal to 159 as per answer. ആൻസർ പ്രകാരം 159 ആണ്. അങ്ങനാണെങ്കിൽ so as per നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്ര ആവുമെന്ന് കണ്ടുപിടിക്കുക. so CI is equal to 159 into how much? Into 24. so 159 into 24 is how much? 159 into 24 is equal to 3816. 3816 ഓപ്ഷൻ എ. പിടികിട്ടിയോ? യെസ്, ഭയങ്കര സിമ്പിൾ അല്ലേ? നെക്സ്റ്റ്. സോ ഈ ഒരു ചോദ്യം, ഇഫ് ആൻ എമൗണ്ട് ഈസ് കെപ്റ്റ് അറ്റ് simple interest, it earns an interest of 600 in the first years, but when kept at compound interest, it earns an interest of 660 for the same period. Then the rate of interest and principal amount respectively are how much എന്നാണ് ചോദ്യം. ഇത് നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഇത് നമ്മളുടെ ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണോ, CI ആൻഡ് SI ബേസ്ഡ് പ്രോബ്ലം ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? രണ്ട് കാര്യവും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് CIയും SIയും കമ്പൈൻ ചെയ്തുള്ള പ്രോബ്ലമാണ്. ഇവിടെ എന്താണ്, എത്ര ഇയേഴ്സിന്റെ കേസാണ് പറയുന്നത്? ഇവിടെ 2 വർഷത്തിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ട്രിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇവിടെ? യെസ്, ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യും? ലെറ്റ്സ് സീ. സോ R വന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഓപ്ഷനിൽ പറയുന്നുണ്ട് R വാല്യൂസ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ഹിറ്റിംഗ് മെത്തേഡ് എടുത്ത് ചെയ്ത് നോക്കുക. ഏത് ഓപ്ഷൻ ആണോ കറക്റ്റ് ആയിട്ട് നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂ തരുന്നത് അവനാണ് കറക്റ്റ് ആൻസർ. സോ ഓപ്ഷൻ എ എടുത്തു കഴിഞ്ഞാൽ സോ R is equal to ഓപ്ഷൻ എ എടുക്കുമ്പോൾ ടേക്കിംഗ് ഓപ്ഷൻ എ R is equal to how much? 20%. So which can be written as 1/5. എങ്ങനെ 1/5 എന്ന് എഴുതി? 20 divided by 100 which gives you 1/5. So P എത്ര ആകും? 25. So first year നോക്കുക 5, സെക്കൻഡ് ഇയറിൽ 5, പിന്നെ ഇൻട്രസ്റ്റ് ഫ്രം ഇൻട്രസ്റ്റ് വിച്ച് ഇസ് 1. സോ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ദ ടോട്ടൽ ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഇസ് 600. സോ 5 plus 5 is how much? 10. That is simple interest. That is 600. സോ 1ന്റെ വാല്യൂ എത്ര ആണ്? 60 ആണെന്ന് പറയുന്നുണ്ട്. 1ന്റെ വാല്യൂ എത്ര ആവും? 60 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പലിന്റെ വാല്യൂ എത്ര ആകും? സോ P is equal to 25 into 60 which will give you 25 into 60 which will give you 1500. But അതാണോ നമ്മുടെ ഇവിടെ വരുന്ന വാല്യൂ? 1200 ആണെന്ന് വരുന്നത്. സോ ഓപ്ഷൻ എ റോങ് ആണ്. മനസ്സിലായോ എങ്ങനെ റോങ് ആയെന്ന്? യെസ്, നമ്മൾ ഇനി ഓപ്ഷൻ ബി എടുക്കും. ഓപ്ഷൻ ബി എടുക്കുവാണെങ്കിൽ ആറിന്റെ വാല്യൂ എത്രയാണ്? അപ്പം ഓപ്ഷൻ എ റോങ് ആയപ്പോൾ പക്ഷെ നമുക്ക് അവിടുന്ന് തന്നെ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്, നമ്മുടെ ആറിന്റെ വാല്യൂ 1500 ആണെന്ന്. സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ അപ്പോൾ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഇനി 10% ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവിടുന്ന് തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ ഹിറ്റിംഗിലൂടെ ആൻസർ കിട്ടി. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത് മനസ്സിലായില്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The compound interest for a certain sum at 5% per annum for the first year is 25. ആദ്യത്തെ വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 25 ആണ്.
The simple interest for the same money at 5% per annum for 2 years will be how much? ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അവർക്ക് നമ്മൾക്ക് മനസ്സിലാകണ്ട എന്നുള്ള രീതിയിൽ അവർ ചോദിച്ചതാണ്. ഓക്കെ, പക്ഷേ സെയിം മെത്തേഡ് തന്നെ. എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര 5% ആണെന്ന് പറയുന്നുണ്ട്. എത്ര റേറ്റ് എന്നാണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അറ്റ് 5% ആണെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 25 ആണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണ്? ആ റേറ്റിൽ നിന്ന് വരുന്ന ഫസ്റ്റ് ഇയറിലെ നമ്മുടെ ഇൻറ്റു എന്ന് ചെയ്തിട്ട് ഫസ്റ്റ് ഇടുന്ന വാല്യൂ ഇല്ലേ, ആ വാല്യൂ ആണ് 25 എന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്ന ടോട്ടൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 2 years കണ്ടുപിടിക്കാനാണ്. ഭയങ്കര സിമ്പിളാ, ഞാൻ കാണിച്ചു തരാം. 5% അല്ലേ? സോ R is equal to 5%, which is equal to 5/100, which can be written as 1/20. എങ്ങനെ? 5/100 is 5 cancel ആയി 1/20 ആയി. സോ P is how much? P നമുക്ക് 20 square എന്ന് എഴുതി കൂടെ? That can be written as 400. For the first year it will be 400 into 1/20 into 1/20, which is 20. Second year le first interest 20 and interest from interest into 1/20, which is 1. Yes. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യന് എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 20 എന്ന് പറയുന്ന വാല്യൂ, ഇവിടുത്തെ ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 25 ആണെന്ന് പറയുന്നു. സോ 1ന്റെ വാല്യൂ എത്ര? 25 ഡിവൈഡഡ് ബൈ 20. അങ്ങനത്തെ അവിടെ നമ്മളോട് ചോദിക്കുവാണ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ ദ സെയിം മണി എന്ന്. അങ്ങനെയാണെങ്കിൽ 20 സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ ദ സെയിം മണി എന്ന്. സിമ്പിൾ ഇൻട്രസ്റ്റ് എവിടെ എത്ര? ടോട്ടൽ സിമ്പിൾ ഇൻട്രസ്റ്റ് 20 plus 20, that is 40. So total simple interest is equal to, simple interest total is equal to 20 plus 20, that is 40. പക്ഷേ 1ന്റെ വാല്യൂ എത്ര? ഇൻറ്റു 25/20. So the answer is 50. So option B is the right answer. പിടി കിട്ടിയോ നിങ്ങൾക്ക്? യെസ്. ഓക്കെ, നമ്മളപ്പോൾ ഇതുവരെ പറഞ്ഞ 2 yearsന്റെ കേസ് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ റേറ്റ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു 25% ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 1/4 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ പി എന്താകും? 4 square, which is how much? പി എന്താകും? 4 square, which is 16. പിന്നെ ഫസ്റ്റ് ഇയറിലെ കേസ് എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് ഫോർ ദ ഫസ്റ്റ് ഇയർ വിച്ച് വിൽ ബി ഇൻറ്റു 1/4, ദാറ്റ് ഇസ് 4. സെക്കൻഡ് ഇയറിലെ കേസ് എന്ന് പറയുമ്പോൾ ഇൻറ്റു 1/4, ദാറ്റ് ഇസ് 4, ആൻഡ് ഇൻട്രസ്റ്റ് ഫ്രം ഇൻട്രസ്റ്റ് ഇൻറ്റു 1/4 ഇൻറ്റു 4, ദാറ്റ് ഇസ് 1/4 into 4, that is 1. ഇതിൽ നിന്നും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ എപ്പോഴും ഈ 4ന്റെ സ്ക്വയർ ആയിരിക്കും. പി എന്ന് പറയുന്നത് 4 സ്ക്വയർ അല്ലേ? പി അങ്ങനെ നമ്മൾ സ്ക്വയർ ആയിട്ട് എഴുതുവാണ്. അപ്പോൾ ടോട്ടൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്ര? 2 into 4 അല്ലേ? വിച്ച് ഇസ് 4 plus 4, which gives you 8. അതേസമയം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര? ഈ ന്യൂമറേറ്ററിന്റെ സ്ക്വയർ അല്ലേ? ദാറ്റ് ഈസ് CI minus SI is equal to numerator square, that is 1. എന്നിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര ആയിരിക്കും? വിച്ച് ഇസ് ഈക്വൽ ടു 1 plus SI. SI നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 8 ആണെന്ന്. സോ 1 plus 8 is how much? 9. അങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചിന്തിച്ചൂടെ? ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നുണ്ടായിരിക്കും റേറ്റ് പെർസെൻറ്റേജസ് R is equal to എത്ര പെർസെൻറ്റേജ് വേണം നിങ്ങൾക്ക് ഞാനൊരു 10% തരാം. സോ R is equal to 10%. സോ P can be written as 10 square എന്നറിയാലോ. എന്നിട്ട് ക്വസ്റ്റ്യന് വേറൊരു കാര്യം തന്നിട്ടുണ്ട്. CI മൈനസ് SI എന്ന് പറയുന്നത് 20 ആണ്. അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര ആണെന്നാണ് ചോദിക്കുന്നത്. ടോട്ടൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? നമ്മൾ ഫസ്റ്റ് തന്നെ ടോട്ടൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇവിടെ CI മൈനസ് SIയുടെ വാല്യൂ എത്ര? CI minus SI is equal to 20 എന്ന് തന്നിട്ടുണ്ട്. ആസ് പെർ ക്വസ്റ്റ്യൻ നമുക്ക് ആസ് പെർ ആൻസർ CI minus SI എത്ര ആയിരിക്കും? വിച്ച് ഇസ് ഈക്വൽ ടു 1. സോ 1 is how much? 1 is 20. 1ന്റെ വാല്യൂ 20 ആണ്. ഇനി ടോട്ടൽ SI എങ്ങനെ കണ്ടുപിടിക്കും? SI എന്ന് പറയുന്നത് 20 ആയിരിക്കത്തില്ലേ? 2 into 10. SI is 2 into 10. SI is equal to 2 into 10, which is 20. But as per question 1ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ into 20, which will give you 400. SI എന്ന് പറയുന്നത് 400 ആയിരിക്കും. Then compound interest എന്ന് പറയുന്നത് അപ്പോൾ എത്ര ആയിരിക്കും? CI is equal to 400 plus 20, which is 420. ചിന്തിച്ച് നോക്ക്, പിടികിട്ടും. ഇനി അതേസമയം R വാല്യൂ R is equal to 6% എന്ന് തന്നിരിക്കുക, which is 6/100. 6/100 that can be written as 3/50.
സോ പിയുടെ വാല്യൂ 2500, അതിലൊരു ചേഞ്ചും ഇല്ല. സി ഐ മൈനസ് എസ് ഐ, സി ഐ മൈനസ് എസ് ഐയുടെ വാല്യൂ എത്ര? ഈ ന്യൂമറേറ്ററിന്റെ സ്ക്വയർ അല്ലേ, ദാറ്റ് ഇസ് 9. ഇനി മാറ്റം വരാൻ പോകുന്നത് എസ് ഐക്കും സി ഐക്കുമാണ്. എസ് ഐക്ക് എങ്ങനെ മാറ്റം വരും? നേരത്തെ എന്താ നമ്മൾ ചെയ്തത്? ഈ ഒരു 50 ഇൻറ്റു 2 ചെയ്തു. ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഞാനൊന്ന് പടം വരയ്ക്കാം. സോ 2500 ഫസ്റ്റ് ഇയറിൽ വരുമ്പോൾ ഇൻറ്റു 3/50 is how much? ഇൻറ്റു 3/50 is how much? Which is 150. സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ 150. പിന്നെ ഇൻട്രസ്റ്റ് ഫ്രം ഇൻട്രസ്റ്റ് ഇവിടുന്ന് വരുമ്പോഴത്തേക്ക് 150 ഇൻറ്റു 3/50 ദാറ്റ് ഈസ് 9. 150 ഇൻറ്റു 3/50 is 9. യെസ്. പക്ഷെ ഇവിടെ വന്ന വ്യത്യാസം എന്താ? 300 എന്നാണ് വരുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? നമ്മുടെ ഈ ഒരു 50, സോ സിമ്പിൾ ഇൻട്രസ്റ്റ് എസ് ഐ ഇസ് ഈക്വൽ ടു 50 ഇൻറ്റു 2, അതായത് 2 വർഷം എന്നുള്ള രീതിയിൽ 2 എടുത്തു, ഇൻറ്റു ഈ ഒരു ന്യൂമറേറ്ററും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, വിച്ച് ഇസ് 300. സോ എസ് ഐ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് 2 ഇൻറ്റു ഈ തന്നിരിക്കുന്ന 50 ഇൻറ്റു 3, വിച്ച് ഇസ് ന്യൂമറേറ്റർ. 2 ഇൻറ്റു ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ, ദാറ്റ് ഇസ് എസ് ഐ വാല്യൂ. ഇനി സി ഐ എങ്ങനെ കണ്ടുപിടിക്കും? സി ഐ ഇസ് ഈക്വൽ ടു 300 പ്ലസ് 9, വിച്ച് ഇസ് 309. ഇതൊന്ന് ഞാൻ സമ്മറൈസ് ചെയ്ത് പറയുവാണ്. ഇനി നിങ്ങൾക്ക് അത്രയും സമ്മറൈസ് ചെയ്ത് കിട്ടിയില്ലേ? ഇനി ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ഈസി ആയിട്ട് 15-16 സെക്കൻഡ് ചെയ്യാൻ പറ്റും നമുക്ക്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്ക്. ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ എ സർട്ടൻ സം ഫോർ 2 years at 10% per annum is 90. അങ്ങനാണെങ്കിൽ സോ ആർ ഇസ് ഈക്വൽ ടു 10% എന്ന് പറഞ്ഞാൽ 1/10. നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ഇൻറ്റു 10 വിച്ച് ഇസ് 20. സോ 20 is how much according to the question, which is 90. So 1ന്റെ വാല്യൂ എത്രയാണ്? 90 divided by 20, that is how much? That is 4.5. സോ 1ന്റെ വാല്യൂ എന്ന് പറയുന്നത് 4.5 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സി ഐ എത്ര ആണെന്ന് കണ്ടുപിടിക്കണം. സി ഐ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? സിമ്പിൾ ഇൻട്രസ്റ്റ് പ്ലസ് 1 ആയിരിക്കില്ലേ? സോ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര? 20 ആണ്. 20 പ്ലസ് 1 is how much? 21. So 21 into 4.5 will give you the compound interest, which is how much? നമ്മുടെ നമ്മുടെ ആ ഒരു മാജിക് ബാൻഡ് എടുത്ത് ഉപയോഗിക്കുക. Let's see how it is. So 21 into 4.5, which will give you 94.5. The answer is option C, 94.5. പിടികിട്ടിയോ? അങ്ങനെ നമുക്ക് ആ ട്രിക്ക് ഉപയോഗിക്കാം. പ്രാക്ടീസ് മേക്സ് യു പെർഫെക്റ്റ്. നമ്മൾ എത്ര തവണ പ്രാക്ടീസ് ചെയ്യുന്നോ ഈ ഒരു ട്രിക്ക് ഒക്കെ നമുക്ക് പുഷ്പം പോലെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിത്ത് ദ നെക്സ്റ്റ് ടോപ്പിക്. ഞാൻ നിങ്ങൾക്ക് ഇനി ഒരു ഇക്വേഷൻ പഠിപ്പിച്ചു തരാൻ പോവുകയാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്ക്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സർട്ടൻ സം ഓഫ് മണി ഫോർ 2 years at 4% ഈസ് ₹1. ദ സം ഇസ് ഹൗ മച്ച്? നമുക്ക് നമ്മുടെ ഇതുവരെ ഉപയോഗിച്ച ട്രിക്ക് ഉപയോഗിച്ച് ഇത് ചെയ്യാം. പക്ഷേ ഞാൻ നിങ്ങൾക്ക് 3 ഇയറും 4 ഇയറും ഒക്കെ ആയാൽ നമുക്ക് വേറൊരു ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരും. അതും കൂടെ ഞാൻ ഇവിടുന്ന് തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇതുവരെ ഉപയോഗിച്ച ട്രിക്ക് ഉണ്ടല്ലോ, അത് ഇവിടെയും ഉപയോഗിക്കാം. നോ ഇഷ്യൂസ്, ഉപയോഗിക്കാം. ആൻസർ എന്തായാലും കിട്ടും. നിങ്ങൾ എക്സാമിന് അങ്ങനെ ചെയ്താൽ മതി. പക്ഷേ ഞാനൊന്ന് പറയുകയാണ്, വേറൊരു ഇക്വേഷനോടെ ഉണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ച ഇക്വേഷൻ തന്നെയാണ്. അതെന്ത് ഇക്വേഷൻ ആണെന്ന് ഞാനിപ്പം കാണിച്ചു തരാം. സോ നമ്മുടെ സി ഐയുടെ ഇക്വേഷൻ എന്താ? സോ സി ഐ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ഐ ദ ഹോൾ റൈസ് ടു ടി മൈനസ് 1 എന്നാണല്ലോ നമ്മുടെ സി ഐയുടെ ഇക്വേഷൻ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എസ് ഐയുടെ ഇക്വേഷൻ അറിയാലോ. എസ് ഐ ഇസ് ഈക്വൽ ടു ഹൗ മച്ച്? പി ആർ ടി ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാൻ പറ്റുമോ? പറ്റും. ദെൻ CI minus SI can be written as P into, രണ്ടിടത്തു നിന്ന് ഞാൻ P കോമൺ എടുക്കുവാണ്. അതായത് CI മൈനസ് SI, ഈ വാല്യൂയിൽ നിന്ന് ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ ഞാൻ കുറച്ചെഴുതാൻ പോവുകയാണ്. സോ P into 1 plus I the whole raised to T minus 1 minus SI ആണ്. സോ മൈനസ് RT divided by 100 the whole bracket. ഈ ഒരു ഡയറക്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ചും നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ചെയ്യാൻ പറ്റും. എന്ത് ടൈപ്പ്? ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇവിടുത്തെ കേസിൽ ടിയുടെ വാല്യൂ 2 ആണെങ്കിൽ 2 ഇട്ട് കൊടുക്കുക. ഐ തന്നിട്ടുണ്ടായിരിക്കും, CI മൈനസ് SI തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ പി കണ്ടുപിടിച്ചൂടെ? പ്രിൻസിപ്പിൾ ആയിരിക്കും പൊതുവേ അവർ ചോദിക്കുന്നത് ഇങ്ങനത്തെ ക്വസ്റ്റ്യന്. അതേസമയം ഇനി ടിയുടെ വാല്യൂ 3 ആണെങ്കിൽ 3 ഇട്ട് കൊടുക്കുക.
ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടായിരിക്കും, എല്ലാം ഉണ്ടായിരിക്കും, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻസർ കിട്ടും. 4 ആണെങ്കിൽ പുട്ട് 4, യു വിൽ ഗെറ്റ് ദി ആൻസർ. അങ്ങനെ ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് വരുന്നത്. ലെറ്റ്സ് സീ വിത്ത് ദ സെയിം പ്രോബ്ലം നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പോവാണ്. സോ നമ്മുടെ ഇക്വേഷൻ ക്വസ്റ്റ്യൻ വായിക്കാം. The difference between compound interest and simple interest for 2 years at 4% per annum is ₹1. നമ്മുടെ ട്രിക്ക് പ്രകാരം ആ 1 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമ്മുടെ സം എത്ര ആയിരിക്കും? 4/100 എന്ന് വരും. അത് 1/25 ആവും. 25² 625 ആണ് നമ്മുടെ ആൻസർ. നമ്മുടെ ട്രിക്ക് പ്രകാരം ആൻസർ ഓൾറെഡി കിട്ടി. പക്ഷെ ഈ ഒരു സ്റ്റെപ്പ് ഇട്ടെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു സ്റ്റെപ്പും കൂടെ ഇടാം. ലെറ്റ്സ് സി. സോ CI - SI ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് 1 എന്നാണ്, വിച്ച് ഇസ് ഈക്വൽ ടു P ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. P ഇൻറ്റു 1 + I. I വാല്യൂ എത്ര? 4/100, ദാറ്റ് ഈസ് 0.04, ദാറ്റ് ഈസ് 1.04 the whole raised to T യുടെ വാല്യൂ 2 - 1, R ന്റെ വാല്യൂ 4 into T value is 2, 8/100, that is minus 4 into 2 is 8, 8/100 is minus 0.08. കാൽക്കുലേറ്റർ ഉപയോഗിക്കുക, കണ്ടുപിടിക്കുക. P എങ്ങനെ കിട്ടും? സോ P ഇൻറ്റു എത്ര വാല്യൂ വരുമെന്ന് ഞാൻ നോക്കാം. ലെറ്റ്സ് ടേക്ക് ദ കാൽക്കുലേറ്റർ. ദാറ്റ് ഈസ് 1. സോ P ഇൻറ്റു 0.0016 എന്ന് വരും. സോ P വാല്യൂ എത്ര ആവും? 1 divided by 0.0016, that is divided by 0.0016 equal to, which is equal to P is equal to 625. നമ്മൾ ഓൾറെഡി പഠിച്ച ആൻസർ ആണ്, കിട്ടിയ ആൻസർ ആണ്. പക്ഷേ ഈ ഒരു മെത്തേഡിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. On what sum is the difference between compound interest and simple interest for 2 years at 7% per annum? Interest is 29.4. നമുക്കറിയാം നമ്മുടെ ട്രിക്ക്. ഇവിടെ 7/100 വരുമ്പോൾ അതങ്ങനെ ചെയ്യാം, നമുക്ക് ആ ട്രിക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ ഡയറക്റ്റ് ഇത്രയും നേരം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷനിൽ തന്നെ ചെയ്ത് നോക്കാം. ഇത്ര നേരം അല്ല, തൊട്ട് മുന്നേ ചെയ്ത് കഴിഞ്ഞാൽ ആ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ തന്നെ ചെയ്ത് നോക്കാം. ഇക്വേഷൻ എന്താണ്? CI - SI. നമ്മൾ ആദ്യം P ഇൻറ്റു 1 + I the whole raised to T -1 minus RT divided by 100. So which is equal to CI - SI ഇവിടെ തന്നിട്ടുണ്ട്. That is 29.4. So P into 1 + I. I the value എത്ര? 7%. That will become 0.07. That is 1.07. The whole raised to 2 minus 1 minus RT. R ന്റെ വാല്യൂ ഇവിടെ 7 ആണ്. ഇൻറ്റു T യുടെ വാല്യൂ 2 ആണ്. R into 4, sorry, 7 into 2 is 14/100. That is 0.14. ഈ വാല്യൂ കണ്ടുപിടിക്കുക. ആ 29.4നെ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ P വാല്യൂ കിട്ടും. സോ P is equal to 29.4 ഡിവൈഡഡ് ബൈ ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ എത്ര ആണെന്ന് ഒന്ന് കാൽക്കുലേറ്റർ ഞാൻ കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ്, അതെന്ന് പറയുന്നത് 0.0049 ആണ്. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? വിച്ച് ഇസ് ഈക്വൽ ടു 29.4 ഡിവൈഡഡ് ബൈ 0.049, which will give you 6,000 rupees. So option C is the right answer. Yes, next question. The compound interest. Okay, ഇത് കുറച്ചൊന്ന് മാറ്റി തന്നേക്കുവാണ്, പക്ഷെ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. The compound interest on a sum for 2 years is 30 more than the simple interest at the rate of 5% per annum. ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റിനെക്കാളും 30 കൂടുതലാണ്. എത്ര ഇയേഴ്സിൽ? 2 ഇയേഴ്സിൽ. ആ ഒരു 30 എന്ന് പറയുന്ന വാല്യൂ എത്രയാണ്? CI - SI ആണ്. CI - SI which is equal to 30. ഓക്കെ, റേറ്റ് പെർസെൻറ്റേജ് വന്നിട്ടുണ്ട് 5%. നിങ്ങൾക്ക് അറിയാലോ എങ്ങനെ ചെയ്യാവുന്നതെന്ന്. ഇത് ഞാൻ എന്ത് ഉപയോഗിച്ച് ചെയ്യണം? ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യണോ അതോ നമ്മുടെ ഡയറക്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യണോ? ഞാൻ ഇവിടെ ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാം. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മിക്സപ്പ് ചെയ്തേക്കാം. സോ CI - SI is 30 according to the question. R is equal to how much? 5/100, that is 1/20. ഓക്കെ, സോ ഇവിടുത്തെ CI - SI 1² എത്ര ആയിരിക്കും? 1 തന്നെ. 1 is 30. ഇനി അവർ നമ്മളോട് ചോദിക്കുകയാണ് സം എത്ര ആണെന്ന്. സം എന്ന് പറയുന്നത് P വാല്യൂ 20² അല്ലേ, വിച്ച് ഇസ് 400. സോ 400 ആണ് P വാല്യൂ അക്കോർഡിംഗ് ടു ആൻസർ. സോ 1ന്റെ വാല്യൂ 30 ആണെന്ന് തന്നിട്ടുണ്ട്. സോ P is equal to 400 into 30, which is 12,000 rupees. ഓപ്ഷൻ സി. പിടി കിട്ടിയില്ലേ? സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇത്രയും സ്റ്റെപ്പ് ഒന്നും ഞാൻ ചെയ്യത്തില്ല, ഞാൻ ഡയറക്റ്റ് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് അങ്ങ് ചെയ്യത്തേ ഉള്ളൂ. യെസ്, നെക്സ്റ്റ്.
ഇവിടെ 3 years വരുന്നു. 3 years വരുമ്പോൾ നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ച് തന്നെ ചെയ്യും. അതാണ് കുറച്ചുകൂടെ എളുപ്പം. ഓക്കെ, ലെറ്റ്സ് സീ the difference between compound interest and simple interest on a certain sum of money invested for 3 years at 6% per annum is 1016 rupees. Then the principal is how much എന്നാണ് നമ്മുടെ ചോദ്യം. സോ ഇക്വേഷൻ എഴുതുക. വിച്ച് ഇസ് ദ ഇക്വേഷൻ? CI minus SI is equal to how much? CI minus SI is how much? എനിക്ക് തോന്നുന്നു ഈ ഓപ്ഷൻസ് റോങ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. എന്നാലും നമുക്കൊന്ന് നോക്കിയേക്കാം. CI minus SI is how much? P into 1 plus I the whole raised to T minus 1 minus RT divided by 100 എന്നാണ് ഇക്വേഷൻ. ഇവിടെ CI minus SI എത്ര? ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സർട്ടൻ സം ഫോർ 3 years is 1016 എന്ന് പറയുന്നുണ്ട്. 1016 which is equal to P into 1 plus I value 6% ആവുമ്പോൾ 0.06 that will become 1.06 the whole raised to 3 minus 1 minus R ന്റെ വാല്യൂ 6 ആണ്. 6 into 3 എന്ന് പറയുന്നത് 18 ആണ്. 18 divided by 100 എന്ന് പറയുന്നത് 0.18 ആണ്. സോ കാൽക്കുലേറ്റർ ഉപയോഗിക്കുക, കണ്ടുപിടിക്കുക. സോ P will become 1016 divided by ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ കാൽക്കുലേറ്റർ കണ്ടുപിടിക്കുക. പെട്ടെന്നാവട്ടെ, സമയം കളയണ്ട. യെസ്, ദാറ്റ് ഈസ് 1.06. That will give you 0.011016. 0.011016. That will give you how much? That is 92,000. Yes, 92,229 എന്നാണ്. സോ ഈ ഓപ്ഷൻസ് എല്ലാം റോങ് ആണ്. ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ. അവർ ചോദിച്ചത് എന്താണ്? പ്രിൻസിപ്പൾ എന്നല്ലേ ചോദിച്ചത്? അത് തന്നെയാണ് റൈറ്റ് ആൻസർ. സോ ഇനി ഒരു 4 ഇയേഴ്സിന്റെ ക്വസ്റ്റ്യനാണ് വരുന്നത്. എന്താ ചെയ്യണ്ടേ? നമ്മുടെ സെയിം സാധനം, സെയിം ട്രിക്ക് ഉപയോഗിച്ച് കണ്ടുപിടിച്ചേക്ക്. ഒന്നും മാറ്റമില്ല. എന്ത് ട്രിക്കാണ്? നമ്മുടെ ട്രിക്കല്ല, നമ്മുടെ ഇക്വേഷൻ ഉപയോഗിച്ചാൽ കണ്ടുപിടിക്കുക. ഏത് ഇക്വേഷൻ? CI minus SI is equal to P into 1 plus I the whole raised to T minus 1 minus RT by 100 എന്നുള്ളൊരു ഇക്വേഷൻ ഇടുക, കണ്ടുപിടിക്കുക. ആൻസർ നിങ്ങൾക്ക് കിട്ടും. കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക the first homework for the day. സോ ഈ ഒരു ക്വസ്റ്റ്യൻ മെൻഷൻ ചെയ്യുക കമന്റ് ബോക്സിൽ. യെസ്, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഞാനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാൽക്കുലേഷൻ ട്രിക്ക് പഠിപ്പിക്കും. ആ ഒരു കാൽക്കുലേഷൻ ട്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ ഈ ഒരു സാധനത്തിനെ ബേസ് ചെയ്തൊരു ടെക്നിക്ക് പഠിപ്പിച്ചു തരാം. അപ്പം നമ്മളിത് ചെയ്യും. ഓക്കെ, നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന ഒരു സാധനവും ഒരു കാൽക്കുലേഷൻ ട്രിക്ക് ഉണ്ട്. നമ്മുടെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാനൊരു ട്രിക്ക് ഉണ്ട്. ആ 2 കാര്യങ്ങളൂടെ നമ്മൾ അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. കുറച്ച് എന്താണ് ചെറിയ സിമ്പിൾ കാര്യങ്ങൾ. ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുന്നത്. എങ്ങനെ സിമ്പിൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കും, അതായിരിക്കും നമ്മുടെ ഒരു ട്രിക്ക്. രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് പവർ അല്ലെങ്കിൽ ഇൻഡെക്സ് ഡെസിമൽ ആയിട്ട് വരികയാണ്. ഫോർ എക്സാമ്പിൾ ഹിയർ എന്ന് പറയുമ്പോൾ എത്ര? 2.04. ഇവിടുത്തെ പവർ എന്ന് പറയുന്നത് ടി വാല്യൂ എത്ര? 2.04 അല്ലേ? 2.04 എന്നാ വരിക. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? അങ്ങനെയുള്ള കുറച്ച് ട്രിക്കുകൾ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ സെയിം ക്വസ്റ്റ്യൻ അവിടെ കാണും. അപ്പോൾ നിങ്ങളും റിവൈസ് ചെയ്തിട്ട് വരണം. അങ്ങനെ ഈ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളും പുതിയതായിട്ട് പഠിക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് സബ്സ്ക്രൈബ് ടു അറിവ് പ്രോ മലയാളം യൂട്യൂബ് ചാനൽ. ആൻഡ് മൈ നെയിം ഇസ് നിതിൻ. താങ്ക് യു.